രാത്രിയിലൊരു ഓട്ടം കഴിഞ്ഞ് വന്ന് കിടന്നപ്പോ ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എഴുന്നേറ്റതും ഏകദേശം ഒരു 12 മണി ആയപ്പോഴാണ്. കുപ്പിയിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളവും ഇല്ല. വെള്ളം എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് ഇങ്ങനൊരു സാധനം കാഴ്ചപ്പെട്ടത്. ഇത് എന്ത് തരം പഴമാണെന്ന് എത്ര നോക്കിയിട്ടും എനിക്ക് മനസ്സിലായില്ല. കുറെ നേരം അതും നോക്കി അവിടെ തന്നെ നിന്നു. ശേഷം ആംബുലൻസിന്റെ പഞ്ചിങ് രേഖപ്പെടുത്താനായി പഞ്ചിങ് ബുക്കിന്റെ അടുത്തേക്ക് ചെന്നു. അവിടെ ചെന്ന് പഞ്ചിങ്ങും എന്റെ ഒപ്പും കാര്യങ്ങളൊക്കെ ഇട്ട ശേഷം നേരെ സെക്യൂരിറ്റി ചേട്ടന്റെ അടുത്തോട്ട്. അവിടെ ചെന്ന് ടോക്കനും വാങ്ങി നേരെ മെസ്സിലോട്ട് പോയി. ടോക്കൻ ഉണ്ടെങ്കിൽ മാത്രമേ മെസ്സിൽ ചോറ് തരുള്ളൂ. കഴിഞ്ഞ തവണ ടോക്കൻ ഇല്ലാതെ ചെന്ന് ഞാൻ പെട്ടതാണ്. ഇന്ന് മെസ്സിൽ നല്ല അടിപൊളി ചോറും കാര്യങ്ങളൊക്കെയാണ്. ഞാനത് ഇഷ്ടത്തോടെ ഒത്തിരി കഴിച്ചു. ശേഷം 4-4:30 സമയമായപ്പോ ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങി. അങ്ങനെ വെറുതെ നടക്കുന്നതിനിടയിലാണ് ഈ കാര്യങ്ങള് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒരു ഉള്ളേരിയ നിറയെ കൈതച്ചക്ക കൃഷി ചെയ്തിരിക്കുകയാണ്. ഞാൻ അതും ആസ്വദിച്ചുകൊണ്ട് തിരിച്ചു നടന്നു. ദേ ഈ കാണുന്നതാണ് ഞാൻ. നടന്നു വരുന്നതിനിടെ ഒരു തട്ടുകട കണ്ടു. അവിടെ കയറി ആ ചേച്ചിയോട് ഒരു ഓംപ്ലേറ്റ് പറഞ്ഞു. ഓംപ്ലേറ്റും കഴിച്ച് തിരിച്ച് വണ്ടിയുടെ അടുത്തേക്ക് പോരും വഴി ഒരു ഓറിയോ ബിസ്ക്കറ്റും ലേസും കൂടെ വാങ്ങി. അങ്ങനെ കമ്പനിയുടെ ഫ്രണ്ട് ഗേറ്റ് വഴി നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു കലാപരിപാടി ഇവിടെ നടക്കുന്നത് കണ്ടത്. നമ്മുടെ ചെറുക്കന് ഇന്നും റെസ്റ്റ് ആണ്. ഞാൻ ഈ ലേസും ബിസ്ക്കറ്റും വണ്ടിയിൽ വെച്ച് പിന്നെയും നടക്കാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ കണ്ടതാണ് ഈ പൂക്കളൊക്കെ. പൂക്കളുടെ ഷോട്ട് എടുത്ത് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഈ ഒരു നമ്പർ പ്ലേറ്റ് കണ്ടത്. ആരുടെയാണോ ആവോ. അവരെ മാത്രം എടുക്കാതെ ഞങ്ങളെ കൂടി എടുക്ക് ചേട്ടാ എന്ന് പനിനീര് പരിഭവം പറഞ്ഞു. അങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് വരുമ്പോഴേക്കും രാത്രിയായി. പിന്നെ ഒന്നും നോക്കിയില്ല. സ്ട്രെച്ചറും നേർക്കിട്ട് ഒരു വിരിപ്പും വിരിച്ച് കിടന്നങ്ങ് ഉറങ്ങി. അപ്പൊ ശരി, നാളെ കാണാം.